ഇന്ന് വീട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. തിരുനക്കര അമ്പലത്തിൽ നിന്നാണ് കെട്ടുമുറുക്കി പോകുന്നത്. അച്ഛനും അച്ചുവും ചേട്ടായും ഇവർ 3 പേര് മാത്രമേ ഉള്ളൂ പോകാൻ. ഇവിടുന്ന് തന്നെ കെട്ടുമുറുക്കി ബസ്സിന് പോകാം എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് കേട്ടോ. കാരണം അതാണ് ഏറ്റവും സേഫും അതുപോലെ തന്നെ മനസ്സിനും ഒരു അങ്ങനെ പോകുന്നതാണ്. ഇവർക്ക് കുറേ വർഷങ്ങളായിട്ട് വീട്ടിൽ നിന്ന് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ കെട്ടുമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ 3 പേരും. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടുന്നാണ് ഇപ്പോൾ എല്ലാവരും, ഒരുപാട് ആൾക്കാർ ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിൽ ഇവിടെ വന്ന് കെട്ടുമുറുക്കിയാണ് പോകുന്നത്. പിന്നെ പുതിയ വീട്ടിൽ കെട്ടുമുറുക്കി പോകണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പ്ലാൻ ഒന്ന് ചെറുതായിട്ട് തെറ്റി. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ തന്നെ പോകാമെന്ന് വെച്ചു. കെട്ടെല്ലാം നിറച്ച് സ്വാമി കെട്ടെല്ലാം എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അമ്മമാരാണ് കെട്ടെടുത്ത് കൊടുക്കുന്നത്, അങ്ങനെയാണല്ലോ. അപ്പോൾ അച്ചുവിൻ്റെയും അതുപോലെ തന്നെ ചേട്ടായുടെയും അമ്മമാരെടുത്തു. പിന്നെ അച്ഛൻ സ്വാമി തന്നെ കെട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ പോവാണ്. രാത്രി എനിക്ക് തോന്നുന്നു 8 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കെട്ടുമുറുക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇനിയും അവിടെ തിരക്കുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. ഇനിയും എന്തായാലും അവർ പ്രാർത്ഥിച്ചെല്ലാം ഇറങ്ങി. പിന്നെ ഗണപതിക്ക് തേങ്ങയൊക്കെ ഉടയ്ക്കുവാണ്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ അമ്പലത്തിൽ തന്നെ അന്നദാനം ഉണ്ടായിരുന്നു. കഞ്ഞിയും പയറും അച്ചാറൊക്കെ കൂട്ടി എല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ KSRTC ബസ് ഉണ്ടായിരുന്നു പോകുന്നത്. അപ്പം ശബരിമല വരെ ഈ ബസ്സുണ്ട്, വേറെ ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട.